ഏവർക്കും സ്നേഹവന്ദനം. ചില ദിവസം മുമ്പ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും ഞാനും കൂടെ നമ്മുടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് പല സഹോദരങ്ങളും വ്യത്യസ്തമായ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നു. ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി. എന്നാൽ 2 ദിവസം മുമ്പ് ജനം TV-യുടെ ഒരു ഇൻ്റർവ്യൂവിൽ കേരളത്തിലെ VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിജി തമ്പി സാറും അതുപോലെ തന്നെ പത്രപ്രവർത്തകനായിരിക്കുന്ന GK സുരേഷ് ബാബു സാറും തമ്മിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണോ അന്ന് വെളിയിൽ പറഞ്ഞത് അല്ലെങ്കിൽ സമൂഹത്തോട് പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെ അവർ ചർച്ചയ്ക്കെടുക്കുകയും ആ വിഷയം ഞങ്ങൾ ചിന്തിച്ചതിനേക്കാളും വളരെ രൂക്ഷമായിട്ട് നമ്മളൊക്കെ ഭയപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ പൊതുമധ്യത്തിൽ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതെന്താണ്? ബഹുമാനപ്പെട്ട വിജി തമ്പി സാർ പറയുന്നത്, ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും വകയാണ് കേരളത്തിലെ സ്വത്തുക്കളെല്ലാം. കാരണം ഇത് ഭഗവാന്റേതാണ്, ഭഗവാന്റെ ദാസന്മാരായിട്ടാണ് ഇവിടുത്തെ രാജഭരണം നടമാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിൽ ആരെല്ലാം ഈ പ്രദേശങ്ങളിൽ ഭൂമി കൈവശപ്പെടുത്തിയിരുന്നു അതൊക്കെയും രാജാവിൻ്റേതാണ്, അത് ഭഗവാന്റേതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം തിരികെ കിട്ടണം. അപ്പോൾ ക്രിസംഖികളായിട്ടുള്ള സഹോദരങ്ങൾ ഈ വസ്തുതകളെ വളച്ചൊടിക്കാനൊക്കെ ശ്രമിച്ചാലും ശരി, ഇതുതന്നെയാണ് സംഘപരിവാർ കുടുംബത്തിൻ്റെ അജണ്ട എന്നുള്ളത് അന്ന് ഞങ്ങളുടെ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മുനമ്പത്തെ വിഷയം വഖഫ് ഇളക്കി വിട്ടിരിക്കുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ സംഘപരിവാർ കുടുംബങ്ങളാണ് എന്നുള്ളത് കൃത്യമായി ഞങ്ങളന്ന് പറഞ്ഞപ്പോൾ അത് കേവലം ആരോപണമായിട്ട് ഞങ്ങൾ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്നൊക്കെ ചില ക്രിസംഖി സഹോദരങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൈ കിട്ടിയതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാനിടയായത്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ റിവീൽ ചെയ്ത് വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്നൊരു വാർത്തയാണല്ലോ താളിപ്പറമ്പിന് സമീപത്ത് അഥവാ ചെമ്പേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ആദരണീയരായിരിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ സ്ഥലത്ത് അരേക്കർ സ്ഥലം കയ്യേറി അവിടെ ക്ഷേത്രം പണിത കാര്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് പിന്നീട് ആരും തന്നെ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയില്ല, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തിട്ടില്ല. അതേ സമയത്ത് തന്നെ നമ്മൾ ഈ മുനമ്പം വിഷയമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇടുക്കിക്കും കോട്ടയത്തിനും ഇടയ്ക്കുള്ള ഒരു 300 ഏക്കർ സ്ഥലത്ത് ദേവസ്വം ബോർഡ് അവിടെ നികുതി അടയ്ക്കാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വസ്തുതകളെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അന്ന് ഇതിനെ കേട്ടതായിട്ടുള്ള ക്രിസംഖി സഹോദരങ്ങൾ പറഞ്ഞു, ഇതൊന്നും സംഭവമല്ല, കാരണം നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധത്തിലാവുന്നു. ആരുമായിട്ട് നല്ല ബന്ധത്തിലാണ്? നമ്മുടെ മദർ തെരേസയെ കള്ളി എന്ന് വിളിച്ച ഏക ടീച്ചറായിരിക്കുന്ന വ്യക്തിയുമായിട്ടോ? കേരളത്തിൽ ഒരൊറ്റ ടീച്ചറെ ആദരണീയായിരിക്കുന്ന മദർ തെരേസയെ കള്ളി എന്ന് വിളിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം. ആ കള്ളി എന്ന് വിളിച്ചതായിട്ടുള്ള, ഭാഗ്യവശാൽ എനിക്ക് ആ മദർ തെരേസയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, സെമിനാരി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്കറിയാം, ഒരു ദൈവദൂതയെ പോലെ തന്നെ ജീവിച്ചതായിട്ടുള്ള ആ മദർ തെരേസയുടെ സമർപ്പണവും ജീവിതവും ഒക്കെ വളരെ അടുത്ത് കാണുവാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഈ കേരളത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ളൊരു അധ്യാപിക കള്ളി എന്ന് ആ മാതാവിനെ വിളിച്ചപ്പോൾ, മദർ തെരേസയെ വിളിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ എത്രമാത്രം വിഷമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ആ പേരിലൊക്കെയാണ് പല ആളുകളും മുദ്രയാർത്തിയിരുന്നെങ്കിലും ഞാനങ്ങനെ മനുഷ്യരെ തുച്ഛീകരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആ വാക്ക് പറയുന്നില്ല. ആ ടീച്ചറ് മുനമ്പത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ കൈയടിക്കാൻ മാത്രമല്ല, അവർക്ക് വേണ്ടി ജയ് വിളിക്കാനായിട്ടും നമ്മുടെ ക്രിസംഖി സഹോദരങ്ങൾക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു ഭാഗത്ത് തോളിൽ കൈയിട്ടുകൊണ്ട് എല്ലാവരെയും നമ്മൾ 2 കൂട്ടരും ഒന്നാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നടക്കുമ്പോൾ, മറുഭാഗത്ത് ക്രൈസ്തവൻ്റെ അടിവേരറക്കുക എന്നുള്ള വലിയൊരു അജണ്ട ഇതിനകത്തുണ്ട്. ഇതിവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് വർഷങ്ങളായിട്ട് രേഖകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു ബഞ്ച് ഓഫ് തോട്ട്സിലെ ക്രൈസ്തവർ ശത്രുക്കളാണെന്നുള്ള ഭാഗമൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് RSSൻ്റെ ഇന്ത്യയുടെ ചുമതലയുള്ളതായ ആദരണീയനായിരിക്കുന്ന സംഘചാലക് പറയുകയുണ്ടായി. അത് നമ്മൾ അംഗീകരിക്കുന്നു.
ഞങ്ങൾ ശത്രുക്കളല്ല എന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. പക്ഷേ ശത്രുക്കളെ പോലെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നു. മണിപ്പൂരിൽ ഇപ്പോൾ ഇന്നലെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഭവനങ്ങൾ കത്തിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ചർച്ചുകളും കൂടെ കത്തിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നുണ്ട്. അപ്പം ക്രൈസ്തവരോട് ഒരു ഭാഗത്ത് തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മൾ ഭായി ആണെന്ന് പറയുകയും മറുഭാഗത്ത് അവരുടെ അടിവേരറക്കുന്ന സമ്പ്രദായം, അതിന് പറ്റിയതായിട്ടുള്ള ചില ചാനലുകൾ, ആ ചാനൽ ചർച്ചകളിൽ ABC പോലുള്ള, അതേപോലെ തത്വമശി പോലുള്ള, കർമ്മ ന്യൂസ് പോലുള്ള ചില ചാനലുകൾ, സോഷ്യൽ മീഡിയകൾ, അതെല്ലാം കൂടെ വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ ഭിന്നതയുണ്ടാക്കുക മാത്രമല്ല, ക്രൈസ്തവൻ്റെ നിലനിൽപ്പിനെ പോലും, അവരുടെ വിശ്വാസത്തെ മാത്രമല്ല അവരുടെ ആസ്തിത്വത്തെ പോലും തകർക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് മുട്ടായി കടലാസിനകത്ത് വിഷം പൊതിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ, സുഡാപ്പികൾ വളരെ ശക്തമായിട്ട് തന്നെ ക്രൈസ്തവരെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈ കോർക്കുന്നത്, ചങ്ങാതിത്തം കൂടുന്നത് ക്രൈസ്തവൻ്റെ അടിവേരറക്കുന്ന സമൂഹത്തിലേക്കാണ്. ഇത് രണ്ടും ക്രൈസ്തവർക്ക് ദോഷം തന്നെയാണെന്നുള്ളത് ഓർത്തുകൊള്ളണം. പിന്നെ ഒരു കാര്യം, നമുക്ക് രക്ഷകരായിട്ട് ദൈവം തമ്പുരാനേ ഉള്ളൂ എന്നുള്ളത് ആദ്യം മുതൽ തന്നെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ചില ആളുകളെ മറ്റുള്ളവരെ തങ്ങളുടെ രക്ഷകരായിട്ടൊക്കെ കാണുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് കാലം ചെയ്തായിട്ടുള്ള ഒരു അഭിവന്യ മെത്രാൻ, അന്ന് ഒരു സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മെത്രാൻ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ആദരണീയനായിരിക്കുന്ന പിണറായി വിജയൻ സാറിനെ, സഹാബിനെ കാണാനായിട്ട് പോവുകയും അങ്ങനെ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ ആളുകൾ ചോദിച്ചു, കോട്ടയംകാരനായിരിക്കുന്ന മെത്രാനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അപ്പോൾ ആദരണീയനായിരിക്കുന്ന മെത്രാച്ചൻ പറഞ്ഞത്, മെത്രാൻ മാത്രമല്ല അദ്ദേഹം സഭയുടെ ഉന്നത സ്ഥായിയാണ്, അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കിപ്പോൾ ഒരു രക്ഷകനുണ്ടെന്നുള്ള ബോധ്യം വന്നു. അധികകാലം ആ രക്ഷകനെ വാഴ്ത്തിപ്പാടാനുള്ള നാവുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞു. അപ്പം മനുഷ്യരിൽ നിങ്ങളുടെ ആശ്രയവും സങ്കേതവും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് നാശത്തിലേക്കേ പോകുകയുള്ളൂ. ഒരു സംശയമില്ല. നമ്മുടെ രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. 121 സങ്കീർത്തനം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചുള്ള ആശ്രയം, ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചുള്ള ആശ്രയം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ രക്ഷകനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റാരുടെ തോളത്ത് നിങ്ങൾ കൈയിട്ടാലും ശരി, ഏത് കുഴിയിൽ നിങ്ങൾ ചെന്നിട്ട് കുളിച്ചാലും ശരി, അതെല്ലാം തന്നെ നിങ്ങളെ നാശത്തിലേക്കേ കൊണ്ടുപോകുള്ളൂ എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഇരമ്യാവ് പറഞ്ഞത്, അമെൻഡ് യുവർ വേസ്. ഇരമ്യാവ് എന്ന് പറയുന്നത് പ്രവാചകനാണ്, ബൈബിളിലുള്ള ഒരു കഥാപാത്രമാണ് ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുടനീളം വായിക്കുന്നത് അമെൻഡ് യുവർ വേസ് ആൻഡ് റിപ്പൻറ്റ്. നിങ്ങളുടെ വഴികളെക്കുറിച്ച് ആരാഞ്ഞു നോക്കുക, എന്നിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടു വരിക. ഇതൊരു അവസരമാണ്. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ, പാലക്കാടിൻ്റെ മാത്രമല്ല കേരളത്തിൽ തന്നെ സംഘപരിവാറിൻ്റെ മുഖമുദ്രയായിരുന്ന സന്ദീപ് വാര്യർ, അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ ഒരു മിന്നം താരമായിട്ട് തന്നെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇന്നലെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പറയുകയുണ്ടായി, ഞാൻ ഇതുവരെ വിദ്വേഷത്തിൻ്റെ പ്രചരണത്തിലായിരുന്നു. നോക്കുക, നമ്മൾ വിദ്വേഷത്തിൻ്റെ പ്രചരണ കൂട്ടിലേക്ക് നമ്മുടെ തല വെച്ച് കൊടുത്തിട്ട് സ്വയം നശിക്കണമോ, സ്വയം ഇല്ലാതെ ആകണമോ, നമ്മുടെ അടിവേരുകൾ തകർക്കപ്പെടണമോ, അതോ സ്നേഹത്തിൻ്റെ വാക്താക്കളായിട്ട്, ഐക്യത്തിൻ്റെ വാക്താക്കളായിട്ട് ഒരുമിച്ച് പോകണമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ചില സഹോദരന്മാർ, ചങ്ങനാശ്ശേരിയിലും മറ്റുമൊക്കെയുള്ള ക്രോസിൻ്റെ ചില സഹോദരന്മാർ, സംഘ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രസംഗിയായിട്ടുള്ള സഹോദരന്മാർ ഉടനെ പോസ്റ്റ് ഇടും, മുസ്ലിം ലീഗിന് വേണ്ടിയും കോൺഗ്രസ്സിന് വേണ്ടിയും വിടുപണി ചെയ്യുന്നവരാണ്, വേതാളന്മാരാണ് എന്നൊക്കെ. അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും നമ്മളെ ഏശിയല്ല. കാരണം ഇവിടെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് ക്രൈസ്തവൻ്റെ ധാർമ്മിക മൂല്യം. അതിനെ വിൽക്കാനായിട്ട്, അപ്പോൾ കാണുന്നവനെ കയറി അപ്പ എന്ന് വിളിക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ കിട്ടുകയില്ല എന്നും കൂടെ
ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, ഈ മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് തീർക്കേണ്ടതാണ്. സർക്കാർ മുൻകൈ എടുത്ത് പരിഹരിക്കേണ്ടതാണ്. 22-ാം തീയതിയോ 23-ാം തീയതി കണ്ടോ അത് പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ശരി, സർക്കാരിന് അത് പരിഹരിക്കാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വഖഫ് എന്ന് പറയുന്ന നിയമം തന്നെ ഇവിടുന്ന് മാറ്റിക്കളയണം. അങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നവുമായിട്ടാണ് വഖഫ് ബോർഡ് നടക്കുന്നതെങ്കിൽ ആ ബോർഡ് തന്നെ വേണ്ടാന്ന് വെക്കണം. അതിനെന്താ കുഴപ്പം? അത് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. വഖഫ് എന്ന് പറയുന്നത് സമൂഹത്തിന് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ, സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നതാണെങ്കിൽ, സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആളുകൾക്ക് അനുവാദം കൊടുക്കാത്തതാണെങ്കിൽ ആ പ്രസ്ഥാനം തന്നെ വേണ്ടാന്ന് വെക്കണം. അതാർക്കെങ്കിലും അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പള്ളിക്കോ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അതിന് വഖഫ് എന്നുള്ള പേരെന്തിനാ? സാധു സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മസ്ജിദുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഏതെങ്കിലും ആതുരാലയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കോളേജുകൾ പണിയാൻ വേണ്ടിയിട്ട്, സ്കൂളുകൾ പണിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ദാനധർമ്മമായിട്ട് വസ്തുക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പേരിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളാരും തന്നെ ആ പേരിലൊന്നും അല്ലല്ലോ ക്രൈസ്തവ സഭയ്ക്ക് കൊടുക്കുന്നത്, സഭകൾക്ക് കൊടുക്കുന്നത്. അവരുടെ സ്വമേധയാ അവർ കൊടുക്കുന്നതാണ്. സഭയാണ് നിശ്ചയിക്കുന്നത് എന്ത് നടത്തണം, എങ്ങനെ ആയിരിക്കണം. അത് അനുയോജ്യമായ കാലത്തിന് അനുയോജ്യമായ കാലാനുസൃതമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നമ്മൾ ആ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യട്ടെ, അതായിരിക്കണം. അല്ലാതെ അതിന് വേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കുക, ആ ബോർഡ് നിശ്ചയിക്കുക ഏത് ഭാഗം എവിടെ എങ്ങനെ എന്ത് ആരുടെ സ്ഥലങ്ങളെന്നൊക്കെ അവരാണ് നിശ്ചയിക്കേണ്ടത്. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ ബോർഡ് തന്നെ വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പക്ഷം. അത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് വീണ്ടും കലാപങ്ങൾ ഉണ്ടാക്കാനും, പ്രിയപ്പെട്ട GK സുരേഷ് ബാബു സാറ് വിജയ് തമ്പി സാറിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ ആ വിധത്തിൽ അത് പിടിക്കണം, അത് കിട്ടണം എന്ന് പറയുന്നുണ്ട്. സ്ഥലങ്ങളൊക്കെ തിരികെ കിട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ താമസിക്കുന്ന ആളുകൾ എങ്ങോട്ട് പോകും? എവിടേക്ക് പോകും? ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയുടെ മൊത്തം പ്രശ്നമായിട്ട് രൂപീകരിക്കാൻ പോവുകയാണ്. എല്ലായിടങ്ങളിലും ഈ പ്രശ്നം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ സുരക്ഷിതമായി കഴിയണമെങ്കിൽ സർക്കാരുകൾ കൃത്യമായ, അതാത് സംസ്ഥാനങ്ങൾ കൃത്യമായ തീരുമാനങ്ങളെടുത്ത് അവരവരുടെ ഭൂമി അവരവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ആ ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഉരുവാക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവനും സ്വത്തിനും, ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനുള്ളതാണ് സർക്കാർ. ആ സർക്കാർ നടപടിയെടുക്കാതെ ഇരുന്നാൽ ഇവിടുത്തെ ക്രിസംഗികൾ വളരും, സംഘപരിവാർ വളരും, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ, തീവ്രവാദികൾ ഇവിടെ വളരും. ഈ സമൂഹത്തിൽ അന്തഃഛിദ്രം ധാരാളമായിട്ട് വരും. അതുണ്ടാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഈ അന്തഃഛിദ്രം വരുത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അതിനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. ഇപ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ നേരത്തെ ഞങ്ങൾ ഇറക്കിയതായുള്ള വീഡിയോയിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം കൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട വിജയ് തമ്പി സാറിൻ്റെയും GK സുരേഷ് ബാബു സാറിൻ്റെയും ആ ഇൻ്റർവ്യൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങളത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. താങ്ക് യു വെരി മച്ച്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ലിബർട്ടി MTVക്ക് മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തെ തുടർന്ന് ധാരാളം തെറിവിളികളും ചിത്തവിളികളും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നു. അത് അവരെല്ലാം നടത്തിയ അഭിപ്രായ പ്രകടനത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഓരോരുത്തരുടെ നിലവാരം അതിലൂടെ വ്യക്തമാകുന്നുണ്ടല്ലോ. വസ്തുതകൾ പറയുമ്പോൾ പൊതുവെ നമ്മളാരും പഠിക്കാറില്ല. നമ്മൾ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റികളിലെ പൊട്ടത്തരങ്ങൾ മാത്രം, ബോംബുകൾ മാത്രം കേട്ട് ജീവിക്കുകയാണ്, ഉത്തരം പറയുക. ഞാൻ ആ വീഡിയോയിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ചില വ്യാജ പ്രചരണങ്ങളെ ജനങ്ങൾ ജാഗരൂകതയോടെ നേരിടണം എന്ന് തന്നെയാണ്. ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഉയരുന്ന ആഗോള ഇസ്ലാമിക് തീവ്രവാദത്തെ, ഭീകരതയെ നമുക്കൊക്കെ പറയാതെ തന്നെ അറിയാം, എല്ലാവർക്കും അറിയാം. അതിനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു നേരിടേണ്ടവരാണ്. ഞാനും ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ വഖഫുമായി ബന്ധപ്പെട്ട ഈ തീവ്രവാദ അധിനിവേശ ശ്രമത്തെ തടയിടുന്നതിന് ഒരു അമെന്റ്മെന്റ് കൊണ്ട് മാത്രം നടക്കില്ല എന്നും ആ നിയമം തന്നെ കളയണമെന്നും ഇതുപോലുള്ള കാടൻ മതനിയമങ്ങൾക്ക് അടിസ്ഥാനം കാരണമാകുന്ന പ്രമാണങ്ങളെ ഇല്ലാതാക്കണമെന്നും വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരം പ്രമാണങ്ങളെ അതൊന്നും മാനിക്കാതെ സമൂഹത്തിനിടയിൽ ഒരു വർഗീയ
വിഭജനമുണ്ടാക്കിക്കൊണ്ട് വിത്ത് വിതച്ചുകൊണ്ട് വർഗീയമായി വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്ന സംഘപരിവാറിന്റെ നീക്കങ്ങളെയാണ് ഞാൻ എതിർത്ത് പറഞ്ഞത്. അല്ലാതെ വേറൊന്നുമല്ല. ആ നീക്കങ്ങളെ ഇപ്പോഴും ഞാൻ എതിർക്കുന്നു. ഞാൻ അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ മാത്രമാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവിന് മേലെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും പോലും അധികാരമില്ല. സുപ്രീം കോടതിയുടെ അധികാരത്തിന് മേലെയാണ് വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം നമ്മുടെ ഭരണഘടനയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഭരണഘടന ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഒരു ഭരണഘടന വിദ്യാർത്ഥി എന്ന നിലയിൽ, ഈ രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലയിൽ എനിക്ക് അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 323B പ്രകാരം നിയമിക്കപ്പെട്ട ഭരണഘടനയുടെ 323B അനുച്ഛേദ പ്രകാരം നിയമിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ട്രൈബ്യൂണൽ ആണ് ഈ വഖഫ് ട്രിബ്യൂണൽ എന്നുള്ളത് കൊണ്ടും വഖഫ് ആക്ടിനകത്ത് തന്നെ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് ചാപ്റ്റർ 8 സെക്ഷൻ 83(9) വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രൊവൈഡ് ദാറ്റ് ദി ഹൈക്കോർട്ട് ഹാവ് ഓൾ ജൂറിസ്ഡിക്ഷൻ എന്നിട്ട് പറയുകയാണ് മേ കൺഫേം, റിവേഴ്സ് ഓർ മോഡിഫൈ സച്ച് ഡിറ്റർമിനേഷൻ ഓർ പാസ് സച്ച് അതർ ഓർഡർ ആസ് ഇറ്റ് മേ തിങ്ക് ഫിറ്റ്. ഹൈക്കോടതിക്ക് അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഭീതി വിതച്ചുകൊണ്ട്, ആശങ്ക വിതച്ചുകൊണ്ട് പറയുന്നു സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ലെന്ന്. എന്തായാലും ആ വീഡിയോ ചെയ്ത് 2 ദിവസങ്ങൾക്കകം തൊട്ടടുത്ത ദിവസം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. കോഴിക്കോട് ആ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരു വിധി പുറപ്പെടുവിച്ചതിലൂടെ തന്നെ കേരളത്തിലെ, ഇന്ത്യയിലെ മലയാളികളായ സാമാന്യ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി ജസ്റ്റിൻ പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ട്. കാരണം ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്ന ഒറ്റ വിധിയിലൂടെ വെളിവാക്കപ്പെട്ടില്ലേ? ഈ അധികാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ വെറും ചൂല് പോലെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ളവര് പ്രചരിപ്പിക്കുന്നത്. ഈ ഭരണഘടന പൊളിച്ചെഴുതാൻ ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തികളുടെ ഇത്തരത്തിലുള്ള വ്യാജ നീക്കങ്ങൾക്കെതിരെ ജാഗരൂകരാകണമെന്നാണ് പ്രിയമുള്ളവരെ ആ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വെച്ച ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ അധികാരവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര പ്രധാനമായ വിധിയുണ്ട് ഇന്ത്യയിൽ. 1997 നടന്ന വിധിയാണ് ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, റിപ്പോർട്ടഡ് ഇൻ AIR 1997, സുപ്രീം കോർട്ട് 1125. അതിനകത്ത് ഇതിന്റെ വിധിയുടെ അവസാന ഭാഗത്ത് 100ാമത്തെ പാരഗ്രാഫില് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഇൻ വ്യൂ ഓഫ് ദി റീസണിംഗ് അഡോപ്റ്റഡ് ബൈ us we hold that clause 2D of article 323A and clause 3D of article 323B to the extent they exclude the jurisdiction of the high courts and supreme court under article 226 and 32 of the constitution are unconstitutional. The exclusion of jurisdiction clauses in all other legislations enacted under the aegis of Article 323A and 323B would to the same extent be unconstitutional. The jurisdiction conferred upon the High Courts and Supreme Court under Article 226 and 32 of the Constitution is part of the inviolable basic structure of our Constitution. The tribunals created under Article 323A and 323B of the Constitution are possessed of the competence to test the constitutional validity of statutory provisions and rules. All decisions of these tribunals will, however, be subject to the scrutiny before the division bench of the High Court, within whose jurisdiction the concerned tribunals falls. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ധാരാളം വിധികളുണ്ട്. അതാണ് ചരിത്രപ്രധാനമായ ആദ്യത്തെ വിധി. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു വെക്കുന്നത്, ഇത്തരത്തിൽ ഒരു നിയമമുള്ളപ്പോൾ അതിനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും അത് തള്ളിക്കളയണം. അത് വ്യാജ പ്രചരണങ്ങളാണ്. അതിനെ നമ്മൾ കളഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കും ഇത്തരത്തിലുള്ള വർഗീയവാദികളും ശക്തികളും. ഇനി ആ വീഡിയോ ഞാൻ BJPക്കും സംഘപരിവാർ ശക്തികൾക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഉറച്ചു നിൽക്കുക. മാത്രമല്ല, ഞാൻ വീണ്ടും ഒരു ശക്തമായ ചലഞ്ച് ഞാൻ മുന്നോട്ട് വെക്കുക. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതുപോലെ, മുത്തലാഖ് നിരോധിച്ചതുപോലെ, CAA നടപ്പിലാക്കിയതുപോലെ, നോട്ട് നിരോധനം കൊണ്ടുവന്നതുപോലെ ധൈര്യം കാണിച്ചുകൊണ്ട് സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ വഖഫ് ആക്ട് ഭേദഗതി ചെയ്യുകയല്ല, ആ ആക്ട് പിൻവലിച്ച്, അതായത് റിപ്പീൽ ചെയ്ത് ഇത്തരം അതുപോലെയുള്ള കാടൻ നിയമങ്ങൾക്ക് അടിസ്ഥാന കാരണങ്ങളായ പ്രമാണങ്ങളെ നിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള പുത്തൻ നിയമനിർമ്മാണത്തിലൂടെ മുനമ്പമടക്കമുള്ള ഇന്ത്യയിലെ ഈ വഖഫ്
കാടൻ നിയമങ്ങളിലൂടെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ആ മേഖലകളിൽ താമസിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള പുത്തൻ നിയമനിർമ്മാണം നടത്തണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ധൈര്യം കാണിച്ച കേന്ദ്ര സർക്കാർ, സംഘപരിവാർ നേതൃത്വം നൽകുന്ന സർക്കാർ അതിന് ഉള്ളൊരു ആർജവത്വം കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ തെറി പറയുകയല്ല വേണ്ടത്. ആ ധൈര്യം കാണിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ വർഗീയ വേർതിരിവനല്ല, ഞങ്ങൾ ഇവിടെ ഒരു ചേരിതിരിവനല്ല, ഞങ്ങൾ ലക്ഷ്യം കാണുന്നത്, ഞങ്ങൾ ഈ പാവപ്പെട്ട ജനത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം കാണുന്നത് എന്ന് കാണിച്ചു തരിക്കാൻ ഈ ഉള്ള ഒരു ആർജവത്വവും നേതൃത്വപാഠവും ധൈര്യവും ധീരതയുമെല്ലാം കാണിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.